എന്താ നമ്മൾ ഉണ്ടാക്കുന്നത്? ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മത്തങ്ങ പ്രഥമനാണ്. എന്തെങ്കിലും വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ആശാനുണ്ട്, അപ്പൊ അങ്ങേരുടെയും കൂടെ സജഷനാണ്. അപ്പൊ എനിക്ക് പുള്ളി നമുക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞൊക്കെ, പക്ഷെ ആളെ കാണാനൊന്നുമില്ല. ഇടയ്ക്ക് സാധനങ്ങൾ ഇതേ മൊത്തം ലിസ്റ്റ് കൊടുത്താൽ അതിന്റെ സാധനം പോലും ഇനി കൊണ്ടുവരുമായിരിക്കും, ബാക്കിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മത്തങ്ങ വേവിച്ച് ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്, ശർക്കര ഇങ്ങനെ കട്ടിക്ക് പാവ് കാച്ചി വെച്ചു, ഒന്നാം പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ചുക്കിന്റെ പൊടി, തേങ്ങാക്കൊത്ത്, ഏലക്കാപ്പൊടി, നെയ്യ്, ഇനി അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയുടെ കിട്ടേണ്ടതാണ്. അത് ബാക്കിയൊക്കെ എങ്ങനെയോ ഈ സമയത്തിൽ എത്തിച്ച് അത് എത്തുമായിരിക്കും വിചാരിക്കുന്നു. പ്രതീക്ഷിക്കാം. നെയ്യ് അങ്ങനെ ചൂടായി. അപ്പൊ ഈ മത്തങ്ങ വേവിച്ച് വെച്ചതാണ്. അതിങ്ങനെ മെല്ലെ അതിനകത്തേക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. മത്തങ്ങയ്ക്ക് പൊതുവേ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. ആ ഒരു ഫ്രൂട്ട് വെജിറ്റബിളിന് ഓൾറെഡി മത്തങ്ങയ്ക്ക് ഒരു ചെറിയൊരു സ്വീറ്റ് അടങ്ങാണ്. ഇപ്പൊ എരിശ്ശേരിക്കൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് എരിശ്ശേരിക്ക് മധുരം ഉണ്ടാവും. അത് മത്തങ്ങ പായസം പലർക്കും ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതില് അധികം പഞ്ചസാര വേണ്ട. ഇത് പഞ്ചസാരയല്ല, ഇത് തേങ്ങാപ്പാൽ ശർക്കര കോമ്പിനേഷൻ. ഇപ്പൊ പായസത്തിനൊരു റൂളുള്ള അറിയാലോ. പശുവിൻ പാലാണെങ്കിൽ പഞ്ചസാരയാണ് വേണ്ടത്, തേങ്ങാപ്പാലാണെങ്കിൽ ശർക്കരയെ പാടുള്ളൂ. തേങ്ങാപ്പാലും പഞ്ചസാരയായിട്ട് ഒരു പായസമല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കുക ഏതെങ്കിലും ഉണ്ടോന്ന്. പടപ്രഥമനകത്ത് എന്താണ്? ശർക്കര. കടലപ്രഥമൻ, പരിപ്പ് പായസം, ഇതൊക്കെയാണ്. സേമിയ പായസം എന്താണ്? പാലാണ്. അതുപോലെ പാലട എന്താണ്? പഞ്ചസാര വിത്ത് മിൽക്ക്. അപ്പൊ പശുവിൻ പാലാണെങ്കിൽ പഞ്ചസാരയും തേങ്ങാപ്പാലാണെങ്കിൽ ശർക്കരയുമാണ് പായസത്തിന്റെ. എല്ലാവർക്കും അറിയാം. ഇതേ നമ്മുടെ മത്തങ്ങ അങ്ങനെ നെയ്യിൽ വരണ്ടു. ഇതാണ് അതിന്റെ ഒരു കൺസിസ്റ്റൻസി. ഈ ശർക്കര നമുക്ക് പല രീതിയിൽ പാവ് കാച്ചാൻ പറ്റും, ലൂസ് ആക്കാൻ പറ്റും. അപ്പൊ ഇതൊരു കട്ടി നല്ലൊരു പ്രഥമന്റെ ഒരു കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ടാണ്. കടലപ്രഥമനൊക്കെ നല്ല കുറുകിയിരിക്കും. പക്ഷെ കടലയ്ക്ക് ആ ഒരു ടെക്സ്ചർ ഓൾറെഡി ഉണ്ട്, മത്തങ്ങ ഇല്ല. മത്തങ്ങയ്ക്ക് വാട്ടർ കണ്ടന്റ് ലൂസ് ആയിട്ടാണ് ഇരിക്കുക. അപ്പൊ അതനുസരിച്ചിട്ട് ഈ ഒരു ശർക്കരയുടെ പാവ് നല്ല കട്ടിയല്ലത്. ഇതുണ്ട്, ഇതൊരു ഡബിൾ ക്രീം തേന് ഇങ്ങനെ വരുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പാവ് കാച്ചി കുറുക്കിയെടുത്താണ്. അപ്പൊ ഇതിനെ വീണ്ടും ആ നെയ്യിൽ ആവശ്യത്തിന് നമ്മളിപ്പോ മധുരമൊക്കെ ഇഷ്ടമുള്ള ഒരാളാണോ? പിന്നെ തന്നാലും കഴിക്കും. നമ്മുടെ മത്തങ്ങ നെയ്ക്കകത്ത് വരണ്ടു. അതുപോലെ ശർക്കര പാവിനകത്ത് കറക്റ്റായിട്ടൊന്നായി. ഇനി ഞാൻ ഒന്നാം പാൽ ഒഴിക്കണം. നമ്മുടെ ആശാൻ സാധനം എവിടെ പോയി? എനിക്ക് ഇനി അണ്ടിപ്പരിപ്പ് കൊണ്ടുവരില്ല, ഇനി എവിടെയെങ്കിലും വാങ്ങിക്കാൻ പോയാണെന്ന് ആർക്കറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ പാലൊഴിക്കുകയാണ്. ഇനി മെല്ലെ ഒന്ന് കുറുകിക്കോട്ടെ. ഞാൻ എന്തായാലും വരുവോ വരത്തില്ലയോ, അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ പണി കിട്ടും. ഞാൻ എന്തായാലും നെയ്യ് ഒന്ന് ചൂടാക്കി വെക്കാം. ഇതെല്ലാം എന്തെങ്കിലും വേണമെങ്കിൽ ഷെഫ് പറയണം കേട്ടോ. അപ്പൊ നെയ്ക്കകത്ത് തേങ്ങ കൊത്തും അതുപോലെ അണ്ടിപ്പരിപ്പ്, കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് താളിച്ചിനകത്തേക്ക് ഒഴിച്ചു. അപ്പൊ എന്തായാലും ഈ ഒരു മത്തങ്ങ പായസം തീർച്ചയായിട്ടും ഷിറ്റുവിന് ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞു, എന്നെ കണ്ടിട്ട് പറഞ്ഞിട്ട് അവർണ്ണ വരുന്നുണ്ട്, എന്താണ് ഉണ്ടാക്കി? ഞാൻ സർപ്രൈസ് ആണ്, ഈ സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കി. എന്തായാലും ഇത് ഒരു ദിവസം റെസിപ്പി മനസ്സിലായല്ലോ. റെസിപ്പി മനസ്സിലായോ? അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, വളരെ ഈസി ആയിട്ട് ഷെഫ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആകെ ഒരു പണി വെച്ചാൽ തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് സമയമില്ലാത്തതാണെങ്കിൽ പാക്കറ്റ് മിൽക്ക് അവൈലബിൾ ആണ്. ശർക്കര പാവ് കാച്ചുന്നതാണ് ഇച്ചിരി ഒരു പണി, അതൊരു 10 മിനിറ്റ് പണി. അതൊക്കെ നേരത്തെ ഉണ്ടാക്കി പായസമൊക്കെ 2-3 ദിവസം ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ സമയമുള്ളപ്പോൾ ഒരു 2 കിലോ ശർക്കര എടുത്ത് പാവ് കാച്ചി ബാച്ചായിട്ട് മാറ്റി ഫ്രിഡ്ജിലോ ഫ്രീസർ ബാഗിലോ മാറ്റി വെക്കാം. അല്ല പിന്നെ ആരോടാ ഞാൻ പറയണ്ടേ, അസലായിട്ടുണ്ട്. മത്തങ്ങ പായസം നിങ്ങൾ കഴിക്കേണ്ടതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പല പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ മത്തങ്ങ സ്വാഭാവികമായിട്ടൊരു മധുരം ഉള്ളതും അതിനെ കൃത്യമായിട്ട് ആ വെജിറ്റബിളിനെ ട്രീറ്റ് ചെയ്തിട്ട് ചെയ്താൽ നല്ലൊരു ഒരു പുതിയൊരു ഫ്ലേവർ പായസമാണ്. കഴിക്കാത്തവരൊക്കെ ഈ ഓണത്തിന് ഈ ഒരു പായസത്തോടെ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യണം, ജീവയ്ക്ക് കൊടുക്കാം. ഇത് അസലായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചുമ്മാ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഷെഫിനോട്. എന്നാലും അടിപൊളി. മനം നിറയെ പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സ്.